ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബോട്ടിൻ്റെ അവാന്തേ 1550 പ്രോ എന്നൊരു സൗണ്ട് ബാറിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതിന് വരുന്ന സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 160 വാട്ട് RMS ആണ്. RMS എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ആ ഒരു ഔട്ട്പുട്ടിൻ്റെ ഒരു പവർ കാണിക്കുന്നതാണ്. റൂട്ട് ടു മീൻ സ്ക്വയർ, അതായത് ഇത്രയും സൗണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്താലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ RMS എന്ന് പറയുന്നത്. അത് ഒരു RMS എന്ന് പറയുന്നത് 1.414 വാട്ട്സ് ആണ്. അതായത് നമ്മൾ ഈ 160 വാട്ട് RMS എന്ന് പറഞ്ഞാൽ 26 വാട്ട്സിന് തുല്യമാണ്. അതിൻ്റെ PMBO എന്ന് പറയുമ്പോൾ നമുക്ക് 160 ഇൻറ്റു 100, അതായത് നമ്മൾ പണ്ട് പറയാം PMBO വാട്ട്സ് എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഇതിൽ വരുമ്പം 1600 PMBO എന്ന് വേണേൽ പറയാം. നമ്മളെപ്പോഴും മ്യൂസിക് സിസ്റ്റം വാങ്ങുമ്പോൾ ഈ RMS കൂടിയത് നോക്കി വാങ്ങിയാലാണ് അതിൻ്റെ ക്വാളിറ്റി നോക്കി കിട്ടും. ഇതിൻ്റെയൊക്കെ വരുമ്പോൾ ഇതിന് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 21,990 രൂപയാണ്. നമുക്കത് ലഭിച്ചിരിക്കുന്നത് 6,749 രൂപ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫറോട് കൂടിയാണ്. ഇത് വാങ്ങിയിട്ട് കുറച്ച് നാളെങ്കിലും വീഡിയോ ഇടുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ അതിന് ഫ്ലിപ്കാർട്ടിലെ വില 8,499 ബോട്ടിൻ്റെ സൈറ്റിൽ 8,239 എങ്കിലും കാർഡിൻ്റെയൊക്കെ ഓഫർ ഇതിൽ കിട്ടും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മൾട്ടി കണക്ടിവിറ്റിയാണ്. ആക്സ് വഴി കണക്ട് ചെയ്യാം, USB അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആൻഡ് HDMI, അതായത് HDMI കേബിൾ വഴി നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് എടുക്കുക. അതായത് നമ്മുടെ ടി വിക്ക് ARC എന്ന് പറയുന്ന ഒരു കോഡ് വേണം. അതായത് HDMI കേബിൾ വഴി തന്നെ ഉള്ളൊരു സാധനമാണ് ഈ ARC എന്ന് പറഞ്ഞാൽ. ARCയുടെ പ്രത്യേകം ആഡിയോ റിട്ടേൺ ചാനൽ. അപ്പം ഭയങ്കര ക്വാളിറ്റിയിൽ നമുക്ക് ഓഡിയോ കിട്ടും. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ 3.5 mm ഇതൊരു ആക്സ് കേബിൾ കിട്ടും. പക്ഷേ അത് നമുക്ക് ക്വാളിറ്റി അത്ര കുറവായിരിക്കും. അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലിപ്പ് സിങ്ക് ആവില്ല. കുറച്ച് സമയമൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ചുണ്ടിറങ്ങി കഴിഞ്ഞായിരിക്കും അതിൻ്റെ സൗണ്ട് വരുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ARC വഴി കണക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത്. മിക്ക ടിവികളിലും ഇപ്പോൾ ലഭിക്കുന്ന മിക്ക ടിവികളിൽ ARC ഔട്ടേ കാണത്തുള്ളൂ. 3.5 mm ജാക്ക് കുറവായിരിക്കും. അത് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് അവർ തരുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് അതിനേക്കാൾ ക്വാളിറ്റി ഇതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ റിമോട്ട് വരുന്ന, റിമോട്ടിന് വിത്ത് ബാറ്ററിയാണ്. റിമോട്ട് IRൻ്റെ റിമോട്ടാണുള്ളത്. മറ്റേ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുന്നതല്ല. അപ്പോൾ വളരെ നല്ല ക്വാളിറ്റി സ്പീക്കറാണ്. നല്ല ഔട്ട്പുട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നല്ല സ്പീക്കറാണ്. നമുക്ക് ആ ഒരു വിലയ്ക്ക് കിട്ടുന്നതിൽ ബെസ്റ്റ് സ്പീക്കറാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് 1 വർഷത്തെ വാറണ്ടിയാണ് വരുന്നത്. ഇത് വളരെ ഒരു സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ്. കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് ഒതുങ്ങിയിരിക്കും. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അത് ഭിത്തിയിൽ പിടിപ്പിക്കുന്നതിനായിട്ടുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൗസ് കേബിളിൻ്റെ കൂടെ തരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഇതുപോലെ സൗണ്ട് ബാറൊക്കെ എടുക്കുമ്പോൾ RMS കൂടിയത് നോക്കിയാണ് എടുക്കുന്നത്. RMS കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ട് കിട്ടില്ല. ഈ PMBO അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ PMBO എന്ന് പറഞ്ഞാൽ പീക്ക് മ്യൂസിക് പവർ എന്നാണ്. അതായത് മാക്സിമം അതിൻ്റെ ഇപ്പോൾ 1000 വാട്ട് PMBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് 100 വാട്ട് RMS ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു അളവ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ RMS കൂടുതലുള്ള എപ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റി സൗണ്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് കേട്ട് നോക്കാം.